നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 ചിത്രങ്ങളാണ്. പ്രിയമുള്ള സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, പറയുന്ന കാര്യം വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കുക. അതായത് ചിത്രത്തിൽ ഒന്നാമത് കാണുന്നത് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും നെഞ്ച് തകർത്ത് കളഞ്ഞ 1.5 വയസ്സ് പ്രായം മാത്രമുള്ള പൊന്നുമോനെ കൊന്നു തള്ളിയ കൊടും കൊലയാളിയായ അഷ്കറിൻ്റെ ചിത്രമാണ്. രണ്ടാമത് അവൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ചിത്രമാണ്. അതേ സഹോദരിയുടെ ചിത്രം തന്നെയാണ് മൂന്നാമതും നമ്മൾ കാണുന്നത്. ഇന്ന് ഈ സഹോദരി കോമൺ സ്റ്റേജിലാണ്. ഈ സമയത്തുള്ള ചിത്രമാണ് മൂന്നാമത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ഇവൻ്റെ ഭാര്യയായി ജീവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സഹോദരി കോമൺ സ്റ്റേജിലായത്. കാരണമുള്ളതിനും ഇല്ലാത്തതിനും ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയും ആക്രമിച്ചും പീഡിപ്പിച്ചും വേദനിപ്പിച്ചും ആ സഹോദരിയെ അങ്ങ് അടിച്ചു പരത്തി കോമൺ സ്റ്റേജിലേക്കാക്കി മാറ്റി. ഇന്ന് ഈ സഹോദരി വരുന്നവരെയോ പോകുന്നവരെയോ കൂടപ്പിറപ്പുകളെയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയിലാണ്. ഏതായാലും നമ്മുടെ മക്കളെയൊക്കെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 100 പ്രാവശ്യം രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, അന്വേഷിക്കണം. അതവിടെ ഇരിക്കട്ടെ. ഏതാനും മാസങ്ങൾ ഇവൻ്റെ ഭാര്യയായി ജീവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു സഹോദരി, ഒരു പ്രിയപ്പെട്ട പൊന്നുമോള് കോമൺ സ്റ്റേജിലേക്കായി മാറിയെങ്കിൽ ആ 1.5 വയസ്സുകാരൻ മരണം വരേക്കും, അവസാന ശ്വാസം വലിക്കുന്നത് വരേക്കും എത്ര വേദനിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. 2 ആഴ്ചക്ക് മുന്നെയാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ചിത്രം നമ്മൾ കാണുന്നത്. ആ സമയത്ത് 2 കൈയും ഒടിഞ്ഞ് 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. അന്ന് നമ്മളെല്ലാവരും അറിഞ്ഞത് വീണ് കൈയൊടിഞ്ഞു എന്നുള്ളതായിരുന്നു. പക്ഷേ അല്ല, ഈ കണ്ണുകൾ പറയുന്നുണ്ട് ഞാൻ വീണതല്ലേ എന്നുള്ളത്. ആ അടച്ചു പിടിച്ചിരിക്കുന്ന ചുണ്ട് പറയുന്നുണ്ട് ഞാൻ വീണതല്ല എന്നുള്ളത്. എൻ്റെ 2 കൈയും പച്ചക്ക് കുത്തി ഒടിച്ചതാണ് എന്ന് ആ മുഖം പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമുക്കെല്ലാവർക്കും മക്കളുള്ളതാണ്. നമ്മുടെ മക്കളുടെ കാലിലൊരു മുള്ള് തറച്ചു കഴിഞ്ഞാൽ ആദ്യം വേദനിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളാണ്. എന്നാൽ ആ തുടിക്കുന്ന സ്പന്ദിക്കുന്ന ഹൃദയമുള്ള നമ്മൾ ഈ പൊന്നുമോൻ്റെ കണ്ണിലേക്കും മുഖത്തേക്കും നോക്കുമ്പോൾ അറിയാം പച്ചക്ക് കുത്തി ഒടിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഈ പൊന്നുമോൻ അവസാന ശ്വാസം വലിക്കുന്നത് വരേക്കും എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 54 മുറിവുകളാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ശരീരത്തെ കാണാൻ സാധിച്ചത് എന്ന്. എന്തിനധികം ജനനേന്ദ്രിയം പോലും തൊലിയുരിച്ച് പച്ചക്ക് മുറിച്ച് കളഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ കേൾക്കുമ്പോഴേ നെഞ്ച് പിടയുകയാണ്, തകരുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോൾ, അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കുമ്പോൾ, ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ 1.5 വയസ്സുകാരൻ ഇവൻ്റെ ചോരയിൽ ജനിച്ചതല്ല. അതായത് സ്വന്തം അച്ഛനല്ല, സ്വന്തം വാപ്പയല്ല, സ്വന്തം ചോരയിലും ബീജത്തിലും ജനിക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും ക്രൂരമായിട്ട് ഇവന് പെരുമാറാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മൾ എത്രയെല്ലാം ഏതെല്ലാം നിലയിലെത്തിയാലും ശരി, സ്വന്തം വാപ്പ തന്നെയാണ്. സ്വന്തം അച്ഛൻ അത് സ്വന്തം അച്ഛൻ തന്നെയാണ്. അതായത് നമ്മുടെ ജീവനും ജീവിതവും അവരുടെ കരങ്ങളിലാണ്, അവരുടെ കൈകളിൽ മാത്രമാണ്. നമ്മളൊരു പക്ഷേ പലതിൻ്റെ പേരിലും അവരെ ആക്ഷേപിച്ചേക്കാം, അധിക്ഷേപിച്ചേക്കാം, ചവിട്ടി എറിഞ്ഞേക്കാം. പക്ഷേ നമുക്കുള്ള ഏറ്റവും വലിയ കാവൽ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കരുതലും കാവലും അവരാണ്, അവരുടെ കൈകളിലാണ്, അവരുടെ കരങ്ങളിലാണെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട സതീശൻ സാറിനോട്, സാറ് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ, അല്ലെങ്കിൽ ഇന്ന് കേരളക്കരയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കൊലപാതകമാണ്. എന്നാൽ പ്രിയപ്പെട്ട സാറേ, ഇത് അവസാനത്തെ കൊലപാതകമായിരിക്കണം എന്നൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ.